എസ് ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരൺ, കലൂരിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിന് പിന്നാലെയാണ് GCDA വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SS ഉഷയെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അവർ പറയുന്നു അവരുടെ മേൽ എല്ലാ ഉത്തരവാദിത്വവും കെട്ടിവെച്ചുകൊണ്ട് അവരെ ബലിയാടാക്കിക്കൊണ്ട് GCDA ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈമലർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എന്നാണ് അവർ അതിന് അക്കമിട്ട് നിരത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പറയാൻ? ദിവ്യ, ഈ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിന് പിന്നാലെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിൽ സംഘാടകർക്ക് വീഴ്ച പറ്റിയെന്ന് ഉള്ള ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെയാണ് GCDAക്കും ഇതിൽ വീഴ്ച ഉണ്ടായെന്നുള്ള വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം കൂടി വരികയും ചെയ്തിരുന്നത്. എന്നാൽ അതിൽ GCDA ഒരു നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് GCDA ചെയർമാനായ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാതി വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. അതായത് എസ്റ്റേറ്റ് വിഭാഗത്തിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നൽകിയിരിക്കുന്നത്, ഈ പരിപാടിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അതിന് പിന്നിൽ അഴിമതിയാണെന്നുള്ളതാണ് ആ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് GCDA തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയായ, അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ SS ഉഷയെ സസ്പെൻഡ് ചെയ്യുന്നതാണ്. അതിന് പിന്നാലെയാണ് നമ്മൾ അവരോട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്നുള്ള ചോദിച്ചത്. അപ്പോൾ അവർ പറയുന്നത് തന്നെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ GCDA നടത്തുന്നു എന്നുള്ള കാര്യമാണ്. അതായത് അവരെ സംബന്ധിച്ച് പല ചുമതലകളും വരുന്നുണ്ട്. ഒന്ന്, ഈ പരിപാടിക്ക് വേണ്ടി ഏതെങ്കിലും ഈ സ്റ്റേഡിയം ഏതെങ്കിലും സംഘടനകൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അത് അനുവദിച്ച സ്ഥലത്ത് തന്നെയാണോ ഈ പരിപാടി നടത്തിയിരിക്കുന്നത്, അതിൽ കൂടുതൽ സ്ഥലം എടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ സ്വാഭാവികമായിട്ട് GCDA എഞ്ചിനീയറിംഗ് വിഭാഗം നടത്താറുണ്ട്. ഇതിന് പുറമെ തന്നെ പരിപാടി കഴിഞ്ഞാൽ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഉറപ്പുവരുത്തുന്നതൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിലെ ടർഫിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കമാണ് ഇവർ ആ പരിധിയായിട്ട് ഇവർ പറയുന്നത്. എന്നാൽ ഈ കൊച്ചി കോർപ്പറേഷനാണ് ഈ താൽക്കാലിക സ്റ്റേജ് നിർമ്മാണം സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടത്. ആ താൽക്കാലിക സ്റ്റേജ് നിർമ്മാണത്തിന്റെ പരിശോധനകൾ തങ്ങളുടെ ചുമതലയിൽ വരുന്നതല്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ തനിക്കെതിരെ ഈ ഒരു ആക്ഷൻ എടുത്തതെന്നുള്ളതാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നത്, ഈ മൃദംഗ വിഷന്റെ അപേക്ഷ GCDAക്ക് ലഭിക്കുന്നു. അതായത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നൃത്ത പരിപാടിക്ക് വേണ്ടി സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ വരുന്നു. അങ്ങനെ അപേക്ഷ വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പല വിഭാഗങ്ങളോടും അഭിപ്രായം തേടേണ്ടതാണ്. ഒന്ന് എസ്റ്റേറ്റ് വിഭാഗമാണ്. എസ്റ്റേറ്റ് വിഭാഗത്തോട് അഭിപ്രായം തേടിയപ്പോൾ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ്. ആ ടർഫിന് കേടുവരും, അതുകൊണ്ട് തന്നെ നൽകരുത് എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നതാണ്. ഒപ്പം തന്നെയാണ് ഈ എഞ്ചിനീയറിംഗ് യൂണിറ്റിനോട് അഭിപ്രായം തേടേണ്ടത്. പക്ഷേ എഞ്ചിനീയറിംഗ് യൂണിറ്റിന്റെ അഭിപ്രായം തേടാതെയാണ് ഇത്തരത്തിൽ മൃദംഗ വിഷന് അനുമതി നൽകിയെന്നുള്ളൊരു ആക്ഷേപം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ AR റഹ്മാന്റെ ഷോ കലൂർ സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട്, GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് അഭിപ്രായം തേടിയിരുന്നതാണ്. അന്ന് അവർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ആ ഷോ നടക്കാതെ പോവുകയും ചെയ്തിരുന്നത്. അതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് ഒരു കൂടിയാലോചന നടത്താതെ, അല്ലെങ്കിൽ മൃദംഗ വിഷന് അനുമതി നൽകിയതിന് പിന്നാലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട് യാതൊരുവിധ ആശയവിനിമയവും GCDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം കൂടിയാണ്. അങ്ങനെ തന്നെ മാത്രം ബലിയടക്കിക്കൊണ്ടുള്ള ഒരു ശ്രമങ്ങളാണ്, അതായത് രക്ഷപ്പെടാനുള്ള നീക്കമാണ് GCDA ഉന്നതർ നടത്തുന്നതെന്നുള്ള ആക്ഷേപം കൂടിയാണ് അവർ മീഡിയ വണ്ണിനോട് പങ്കുവച്ചിരിക്കുന്നത്. നടപടി നേരിടേണ്ടി വന്ന GCDA ഉദ്യോഗസ്ഥ SS ഉഷയുടെ എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. പൂർണ്ണ ഉത്തരവാദിത്വം തന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് തന്നെ ബലിയാടാക്കുകയാണ് GCDA ചെയ്തത്. അവിടെ പരിശോധന നടത്തേണ്ടത്, സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തേണ്ടിയിരുന്നത് കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊരു ഉത്തരവാദിത്വം എഞ്ചിനീയറിംഗ് വിഭാഗം അത് പാലിച്ചിട്ടില്ല, അവരോട് പോലും അത് അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല എന്നാണ് SS ഉഷ പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ബലിയാടാക്കുകയായിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉഷയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഉഷയുടെ എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. SS ശരണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.